This is probably a very weird way to start your vlogging career. But Anjana has been motivating me so much to just shut up and start doing this. So I think I'm gonna give it a go. Let's see what happens. So I'm thinking of vlogging like almost every day if possible, and then like posting once a week, probably like a weekly vlog. I think that's what YouTubers call it. So I'm gonna try and do that. My life isn't that happening, so I don't know what like exciting thing I can show every day, but let's see how this goes. Welcome to my first video, I guess. First vlog, what should I call it? I think YouTubers have an intro. We'll figure that out. My routine is pretty boring. On every working day, I wake up, drink something, make breakfast, and sit for work. On few days, maybe once or twice a week, I go to office, and this was one such day. I sort of like going to office only because it's an excuse for me to dress up. Otherwise, I'm always in my home clothes, and I do actually really love auto rides, so that's a plus. ഈ കാണുന്നതാണ് ബേസിക്കലി എൻ്റെ യൂണിഫോം. A black leggings or a loose pant, black sports bra, a black t-shirt, or this hoodie. This is exactly what I wear anytime I need to step out of my house. ഈ ഒരു attire കാണുമ്പോൾ people might think I'm going for a walk or a jog or something. But I have actually come to a nail salon to get my nails done. ഇത് ആക്ച്വലി ഈ നെയിൽ സലോണിൽ തന്നെയുള്ളൊരു ഷിറ്റ്സു പപ്പിയാണ്. ഷീ ഈസ് വെരി ക്യൂട്ട് ആൻഡ് അഡോറബിൾ. ഏറ്റവും കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു പട്ടിക്കുട്ടിയായത്. ഓൾസോ ലുക്ക് അറ്റ് ദോസ് ടെയിൽ ബാഗ്സ്, സോ ക്യൂട്ട്. ഇനി വന്ന കാര്യത്തിലോട്ട് കിടക്കാം. ഐ ഹാഡ് ദ മോസ്റ്റ് ബേസിക് ന്യൂഡ് നെയിൽസ് ആൻഡ് ഐ തോട്ട് ഒരു ഓണം വൈബിൽ പിടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഫെസ്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചു. ഓൾസോ ഓണത്തിന് ഐ എം ട്രാവലിംഗ് ബാക്ക് ടു കേരള, സോ ഞാൻ ഓൾ ഔട്ടായിട്ട് ഒരു റെഡ് നെയിൽസ് അങ്ങ് ചെയ്തു. പെട്ടെന്ന് ടിക്കറ്റൊന്നും കിട്ടാഞ്ഞുകൊണ്ട് ഫ്രൈഡേ രാവിലെ ഇരുന്ന് പോകുന്ന ട്രെയിനായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. ദിസ് വാസ് മൈ ഫസ്റ്റ് ടൈം ആൻഡ് ഡെഫിനറ്റ്ലി ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ടൈം. വന്നത് ഞാൻ ഭയങ്കര ടയേർഡായിട്ടായിരുന്നു, സോ നേരെ കിടന്നങ്ങ് ഉറങ്ങി. സോ മീറ്റ് ടാക്കോ. ഇതെൻ്റെ 3-year-old ബീഗിൾ ബ്രദറാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനും ഇവനാണ്. സെക്കൻഡ് മോട്ടിവേഷൻ ഫുഡാണ്. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ബാൽക്കണിയിൽ പുറത്തേക്ക് വായി നോക്കിയിരിക്കും ഞങ്ങൾ കുറച്ച് നേരം. ഓൾസോ നാട്ടിൽ വരുമ്പോഴുള്ള എൻ്റെ പ്രത്യേകതരം ഒരു ശീലമാണ് പല്ല് തേക്കുന്ന പുറത്തായിരിക്കണം. ഒന്നില്ലെങ്കിൽ ബാൽക്കണി, അല്ലെങ്കിൽ വീട്ടിന് ചുറ്റും നടന്നുകൊണ്ട്. ഇനിയൊരു ദുരന്ത കഥയാണ് ഗൈസ്. ബാംഗ്ലൂരിൽ ടൈം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് urban കമ്പനി ബുക്ക് ചെയ്തത് വാക്സിങ്ങിന് വേണ്ടി. പക്ഷേ ഷീ കംപ്ലീറ്റ്ലി ബേൺഡ് മൈ ഹാൻഡ്സ്. അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ ഇച്ചിരി കടലമാവിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്ത് തേച്ചു. Oh my god, is this how you're vlogging? ഹലോ. നീ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ്, തലേ ദിവസം എൻ്റെ അമ്മമ്മ പറഞ്ഞു എൻ്റെ തലയിൽ ഒരു വെള്ള മുടി കണ്ടുവന്ന്. പക്ഷേ അത് വിശ്വസിക്കാനുള്ള മനസ്സെനിക്കില്ലാഞ്ഞുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ അഞ്ജനെ ഏൽപ്പിച്ചു. Somehow this is my fault.
ബാക്കോടെ മുടിയാ അതാണ് അമ്മ കണ്ടത്. അല്ലടി പറഞ്ഞേ ഉള്ളൂ. കുറച്ച് കൂടുതൽ വരുമോ? അതൊരു മിത്താന്നാണ് ഞാൻ കേട്ടത്. എന്റെ ബ്രെയിൻ പറയുന്ന മിത്താണെന്ന്. പക്ഷെ ഞാൻ അതിനോട് കൂടുതൽ വന്നോ? ആ. ഞങ്ങളുടെ ട്രയലത്തെ മൂന്നാമത്തെ പെൺതരിയായ അപർണയുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ വീക്ക്. സോ ഞാൻ വന്നത് ഇന്നായതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് പുഷ് ചെയ്തതായിരുന്നു ഡിന്നർ ആൻഡ് സ്റ്റഫ്. സോ ദിസ് ഇസ് അസ് പാക്കിംഗ് ആർ ഗിഫ്റ്റ് ഫോർ അപർണ. 2,000 years later. അതൊക്കെ കഴിഞ്ഞ് വി വർ ട്രൈയിങ് ഔട്ട് ദിസ് തിങ് ദാറ്റ് വി സോ ഓൺ ഇൻസ്റ്റഗ്രാം, ഹൗ വി ക്യാൻ ചെക്ക് ലൈക്ക് കളർ തിയറി യൂസിങ് ChatGPT. We tried that and it was a success. Actually, it gave me the right colors. The universe. എന്നെ നോക്കി പോയതാ. അത് കോമഡി ആയിരുന്നു. നല്ലൊരു വ്ളോഗിന് നല്ല എലമെന്റ് വായ നോക്കി തറയില്ല. Really not. Yes. കൊരവിടടി കൊരവിട്. On your mark, get set, go, go. ഒരു ദിവസം ആപ്സ്, ഒരു ദിവസം